എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 9ാം തരത്തിലെ മാറിയ പാഠപുസ്തകത്തിലെ ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന നിയമങ്ങളാണ്. ചേട്ടൻ 1ാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനം ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ ചേട്ടൻ എടുക്കുന്നത് സോഷ്യലും സയൻസ് സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഏതൊക്കെ ചാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. എല്ലാം പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് അത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്തിനാ ഈ പാഠം പഠിക്കുന്നത്, ശരിയല്ലേ? അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 പേരെ കാണാം. ഓക്കെ, അപ്പോൾ അവർ സംസാരിക്കുന്നത് ഈ ഒരു ട്രെയിനിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെയിൻ പോവുകയാണ്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുവാണ് എത്ര സമയം എടുത്തിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ട്രെയിൻ പാസ് ചെയ്യാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ. അപ്പോൾ ഈ പുള്ളി പറയാണ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ പഠിച്ചാലാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാഠം പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തിനാണ് ഈ പാഠം പഠിക്കുന്നത് മനസ്സിലാവും. ഞാൻ വേറെ എക്സാമ്പിൾ തരാം. നിങ്ങളൊരു സ്ഥലത്ത് പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് കുറച്ച് മുന്നേ പുറപ്പെട്ടു, നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എത്ര ടൈം എടുത്താൽ എത്ര വേഗതയിൽ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു ചാപ്റ്റർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങൾ കയ്യിൽ വെക്കണം. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും കുഴപ്പമില്ല. ചേട്ടൻ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മലയാളത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ മലയാളം മീഡിയത്തിലുള്ള ടേംസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവും, അത് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ABCD എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രിക് പോൾസ് കാണാം. ഓക്കെ, ഇറക്റ്റഡ് ഓൺ എ സൈഡ് ഓഫ് എ റോഡ്. അപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിലുള്ള 4 പോസ്റ്റ് കാണാം. ഇതാണ് A, ഇത് B, ഇത് C, ഇത് D. ഓക്കെ, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 അഡ്ജസൻറ്റ് പോൾ ഈസ് 40 മീറ്റർ. അപ്പോൾ അടുത്തടുത്ത 2 പോളുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 40 മീറ്ററാണ്. അതായത് ഈ ഒരു അകലവും ഈ ഒരു അകലവും ഈ ഒരു അകലം എത്രയാണ്? 40 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിന് സൈഡിലായിട്ട് നമുക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ മേലുള്ള ഡയറക്ഷനാണ് നോർത്ത് എന്ന് പറയുന്നത്, താഴെയുള്ള സൗത്ത് ആണ്, പിന്നെ ഈ വലതുവശത്തുള്ളത് ഈസ്റ്റ് ആണ്, പിന്നെ ഇടതുവശത്തുള്ളത് വെസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? ഈ കുട്ടി B എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റ് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? Bന്ന് Cയിലേക്ക് പോയി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? Cന്ന് Dയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ Cന്ന് Dയിലേക്ക് പോയി. പിന്നെ എന്ത് ചെയ്തു? ചൈൽഡ് റിട്ടേൺ ഫ്രം D ആൻഡ് റീച്ചസ് ദ പോൾ C. പിന്നെ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാണ്. Dന്ന് എന്ത് ചെയ്തു? തിരിച്ച് Cയിലേക്ക് തന്നെ വരുവാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാവും, Bന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, Cയിൽ പോകുന്നു, Dയിൽ പോകുന്നു, തിരിച്ച് Cയിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ചൈൽഡ്. അപ്പോൾ നമുക്കറിയാം B എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ Bന്ന് Cയിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിച്ചു? 2 പോസ്റ്റുകൾ തമ്മിലുള്ള അകലം 40 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ Bന്ന് Cയിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? 40 മീറ്റർ സഞ്ചരിക്കണം, ശരിയാണ്. പിന്നെ Cന്ന് Dയിലേക്ക് പോയി, Cന്ന് Dയിലേക്ക് പോകുമ്പോഴും ഈ ഒരു 40 മീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ ടോട്ടൽ എത്രയായി? 40 + 40 80 ആയി, ശരിയല്ലേ? അപ്പോൾ 80 മീറ്റർ ആണ് Bന്ന് Dയിലേക്ക് എത്താനുള്ള ദൂരം. ഇനി എന്താ പറയുന്നത്? ആഫ്റ്റർ ദ ചൈൽഡ് റിട്ടേൺ ഫ്രം D ആൻഡ് റീച്ചസ് C. പിന്നെ Dന്ന് Cയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ Dന്ന് Cയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഒരു 40 മീറ്ററും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ എന്ന് പറയുന്നത് 80 + 40, അതായത് 120 മീറ്റർ വരും, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ ദൂരം സഞ്ചരിക്കുന്നത്, അതായത് Bന്ന് Dയിലേക്ക് എത്തി പിന്നെ Cയിലേക്ക് തിരിച്ചു വരുമ്പോൾ ടോട്ടൽ 120 മീറ്റർ ആണ് ഈ കുട്ടി സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി. ആൻസർ ആയിട്ട് വരുന്നത് 120 മീറ്റർ ആണ്. എല്ലാവർക്കും കിട്ടിയില്ലേ? പിന്നെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറണ്ട് പൊസിഷൻ C ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ B ഓഫ് ദ ചൈൽഡ്. അപ്പോൾ നമ്മൾ ഈ ഫിസിക്സിലെ ബേസിക്കലി ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടഫ് ആണെങ്കിലും ആൻസർ ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഒരു പടം വരക്കുകയാണ് വേണ്ടത്. പടം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്? കറണ്ട് പൊസിഷൻ C. അപ്പോൾ നമ്മൾ C ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ അതും ഇനീഷ്യൽ പൊസിഷൻ B നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. എത്രയാണ് പറഞ്ഞേ? ഇത് രണ്ടും തമ്മിലുള്ള അകലായിരിക്കില്ലേ? അപ്പോൾ അത് ഓൾറെഡി തന്നിട്ടില്ലേ? എത്രയാണ്? 40 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കും, 40 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരും. ഇഫ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ഫ്രം B, വിച്ച് ആർ ദ പോസിബിൾ പൊസിഷൻസ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം B മാർക്ക് ചെയ്യണം. ഇതാണ് B. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 40 മീറ്റർ സഞ്ചരിച്ചാൽ എവിടെയായിരിക്കും ഈ ഒരു കുട്ടിയുടെ പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി 40 മീറ്റർ ഈസ്റ്റിലേക്കാണ് സഞ്ചരിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടി ഇപ്പോൾ എവിടെ എത്തും? Cയിലെത്തും, ശരിയല്ലേ? അപ്പോൾ 40 മീറ്റർ ഈസ്റ്റിലേക്കാണ് സഞ്ചരിച്ചെങ്കിൽ Cയിലെത്തും. ഇനി 40 മീറ്റർ വെസ്റ്റിലേക്കാണ് സഞ്ചരിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? Aയിലെത്തും, ശരിയല്ലേ? അപ്പോൾ ഒന്നിക്കിൽ Cയിലായിരിക്കും അല്ലെങ്കിൽ Aയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 40 മീറ്റർ കിഴക്കോട്ടാണ്, ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റ് എന്ന് വെച്ചാൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ട്, ശരിയല്ലേ? അപ്പോൾ ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പോൾ ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആ കുട്ടി Cയിലെത്തും. അതുപോലെ വെസ്റ്റ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ?
അപ്പോൾ ഈ ഓപ്പോസിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ കുട്ടി എയിലെത്തും. അതാണ് ഇപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതെല്ലാവർക്കും മനസ്സിലായോ? പിന്നെ ഇവിടെ കൊടുത്തിരുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി. അതായത് ബിന്ന് സിയിലെത്താൻ ഏത് ഡയറക്ഷനിലാണ് സഞ്ചരിക്കേണ്ടത്? ഏത് ഡയറക്ഷനിലാണ് സഞ്ചരിക്കേണ്ടത് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ബിയിലാണുള്ളത്, സിയിലാണ് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ബിന്ന് സിയിലേക്ക് എത്താൻ ഏത് ഡയറക്ഷനിലാണ് സഞ്ചരിക്കേണ്ടത്? ഈ ഒരു ഡയറക്ഷനാണ്. ഈ ഒരു ഡയറക്ഷൻ എന്ന് വെച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഈസ്റ്റിലേക്കല്ലേ. അപ്പോൾ ടുവേർഡ്സ് ഈസ്റ്റ് ആണ് പോകേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. അതെല്ലാവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻസിലെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല, ശരിയല്ലേ? നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ്? ഈ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡയറക്ഷൻ വെച്ചാൽ എങ്ങനെയാണ്? നമ്മളൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ, ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെയുള്ള അതാണ് നോർത്ത്. ഓക്കെ, അതുപോലെ താഴെയുള്ള അതാണ് സൗത്ത്. പിന്നെ അതുപോലെ വലതുവശത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് മേലായിട്ട് പിടിക്കുമ്പം വലതുവശത്ത് വരുന്ന അതാണ് ഈസ്റ്റ്. പിന്നെ ആ പേപ്പറിൻ്റെ ഇടത് ഭാഗം വരുന്ന അതാണ് വെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ അറിയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ ഡയഗ്രാം ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ അത് നോക്കിയിട്ട് നമ്മൾ ആൻസർ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതണം അതിന്, ശരിയല്ലേ? അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായോ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ബി ഓഫ് ദ ചൈൽഡ് ആൻഡ് കറണ്ട് പൊസിഷൻ സി ഈസ് എ മെഷർ ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ആദ്യം ബിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എവിടെയുള്ളത്? ഇപ്പോൾ സിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40 മീറ്റർ ആണ് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ഫ്രം ദ ബി ഈസ്റ്റ്വേർഡ് ഡയറക്ഷൻ ദ ചൈൽഡ് റീച്ചസ് സി. അപ്പോൾ 40 മീറ്റർ ഈസ്റ്റ്വേർഡ് ഡയറക്ഷൻ, അത് ഏത് ഡയറക്ഷനാണ്? ഈ ഒരു ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ സിയിലെത്തും. ഹിയർ 40 മീറ്റർ ഈസ്റ്റ്വേർഡ് ഫ്രം ബി ടു സി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ചൈൽഡ്. അപ്പോൾ ഈ ഒരു 40 മീറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നേർരേഖയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനാന്തരം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അതെന്താ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ എന്നൊക്കെ വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഈ ഒരു കേസിൽ ബി എന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ എന്നല്ലേ. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ, അതായത് ഇനീഷ്യലി ഉള്ള പൊസിഷൻ ഏതാണോ, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എവിടെയാണോ എത്തുന്നത്, ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നെല്ലാം പറയില്ലേ, അതന്നെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയാണോ എത്തിച്ചേരുന്നത് അതിനെയാണ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, അതിന് നേർരേഖയിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡിനോട്ടഡ് ബൈ എ സിമ്പിൾ എസ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ ബിന്ന് നമ്മൾ സിയിലേക്ക് പോയ ആ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കേണ്ടത്, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരെ തിരിച്ച് സിന്ന് ബിയിലേക്ക് പോകാനും ഈ ഒരു സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ബിന്ന് സിയിലേക്ക് പോകാൻ ഈസ്റ്റിലേക്കാണ് പോയതെങ്കിൽ നമ്മൾ തിരിച്ച് സിന്ന് ബിയിലേക്ക് വരാൻ വെസ്റ്റിലേക്കാണ് പോകുന്നത്, ശരിയല്ലേ? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിലേക്ക് പോകാൻ നമ്മൾ ഈസ്റ്റ് വേർഡ് ആണ് മൂവ് ചെയ്തത്. അതുപോലെ സിന്ന് തിരിച്ചിനി ബിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ പോകേണ്ടത് വെസ്റ്റ് വേർഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ ഡയറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ എസ്. എസ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് സൂചിപ്പിക്കുന്നത്, സ്ഥാനാന്തരം സൂചിപ്പിക്കുന്നത്. യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് മീറ്റർ വിച്ച് ഈസ് ഓൾസോ ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റില്ലേ, അതായത് ദൂരത്തിൻ്റെ യൂണിറ്റില്ലേ, അത് മീറ്റർ അല്ലേ. ആ മീറ്റർ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ശരിക്കും ഈ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ കുറച്ച് പറഞ്ഞു, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കാൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബി എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ പുള്ളിക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ടോട്ടൽ 100 മീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, 100 മീറ്റർ ഉണ്ട്. വേറൊരു വഴിയുള്ളത് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു വഴിയുണ്ട് എ എന്ന് ബിയിലേക്ക്. അതെന്ന് പറയുന്നത് 50 മീറ്ററേ ഉള്ളൂ. ഓക്കെ, 50 മീറ്ററേ ഉള്ളൂ. അപ്പോൾ വളഞ്ഞ് പോവുകയാണെങ്കിൽ 100 മീറ്റർ പോകണം. ഓക്കെ, ഡയറക്റ്റ് പോവുകയാണെങ്കിൽ 50 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ വളഞ്ഞ ആ വഴിയാണ് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണ്, ശരിയല്ലേ? പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അതായത് എനും ബിനും ഇടയ്ക്കുള്ള ഏറ്റവും ചെറിയ നേർരേഖയിലുള്ള ദൂരമാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 50 മീറ്റർ ആയിരിക്കും, ശരിയല്ലേ? മനസ്സിലാവും, സംഭവം മനസ്സിലാവും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എടുക്കുക, അതെന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോഴേ
സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിലിടയിലൂടെ പോകുന്ന സ്ഥലങ്ങൾ അത്ര നോക്കുന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഒരു ലൈൻ എടുക്കുകയാണ്. അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു കേസിൽ എ എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ പൊസിഷൻ, ബി എന്ന് പറയുന്നതാണ് ഫൈനൽ പൊസിഷൻ. നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതാണ് ഈ റെഡ് ലൈൻ. അപ്പോൾ നമുക്ക് കിട്ടി 50 മീറ്ററാണ് ആ ഒരു ഡിസ്റ്റൻസ്. ആ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ നേരത്തെ കേസിൽ എന്താ പറ്റിയും, നേരത്തെ നമ്മൾ ബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സി എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ പോകുന്നത് ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് സ്ട്രെയിറ്റ് ലൈനാണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ലഭിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോഴായിരിക്കും എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള മൂവ്മെൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് നേരെ ഫൈനൽ പൊസിഷനിലേക്കാണ് പോകുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബി എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വളഞ്ഞൊരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആ റോഡിൻ്റെ ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ്, അതായത് ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്, പക്ഷേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് ബിയിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എന്ന് പറയുന്നത് 50 മീറ്റർ ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 50 മീറ്റർ ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ എന്ന് ബിയിലേക്കാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, അതാണ് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്ററാണ്, ശരിയല്ലേ? അപ്പോൾ ഇത് 50-നേക്കാൾ കൂടുതലാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ബിന്ന് സിയിലേക്ക് പോകുന്ന ആ ഒരു എക്സാമ്പിളിൽ സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ബേസ് ഭയങ്കര ക്ലിയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കുറച്ച് നല്ലോണം അറിയെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ എല്ലാവർക്കും മനസ്സിലാട്ടെ എന്ന് വിചാരിച്ചാണ് കുറച്ച് സ്ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മനസ്സിലാവും. ഒരു ഇനീഷ്യൽ പൊസിഷനും ഒരു ഫൈനൽ പൊസിഷനും കിട്ടിയാൽ അതിനിടയിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണോ, സ്ട്രെയിറ്റ് ലൈനിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണോ, അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷൻ കൂടി വെച്ചിട്ടാണ് പറയാം. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ഡയറക്ഷൻ സ്പെസിഫൈഡ് വിത്ത് മാഗ്നിറ്റ്യൂഡ്. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളേ 100 മീറ്ററിന് എഴുതിയില്ലേ. അപ്പോൾ ഈ 100 മീറ്ററിന് എഴുതിയിൽ 100 എന്നുള്ള ഇതില്ലേ, അപ്പോൾ ഇതിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പം ഈസ്റ്റ് വേർഡ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് വേർഡ് എന്നുള്ള അതില്ലേ, അതിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ മനസ്സിലാവും. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എത്രയാണ് ഇതിൻ്റെ വില, ആ ഒരു നമ്പറില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ നമുക്കറിയാം, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്നെല്ലാം പറയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ക്വാണ്ടിറ്റി ദാറ്റ് ഡു നോട്ട് റിക്വയർ ഡയറക്ഷൻ ആർ കോൾഡ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ വെക്റ്റർ പോലെ അതിൻ്റെ ഒരു ഓപ്പോസിഷൻ ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെക്റ്റർ ആണെങ്കിൽ ഡയറക്ഷൻ കൂടി വരും, സ്കേലാർ ആണെങ്കിൽ ഡയറക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ എ നിന്ന് ബിയിലേക്ക് പോകുന്ന ഒരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഒരു വളഞ്ഞ റോഡില്ലേ, അപ്പോൾ അത് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്, ഇപ്പോൾ ഒരു 100 മീറ്റർ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല, കാരണം അത് വളഞ്ഞല്ലേ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനെന്തുണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മൾ 50 മീറ്റർ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ 50 മീറ്റർ ഈ ഒരു പർട്ടിക്കുലർ പച്ച കളറിലടിച്ച ഈ ഒരു ഡയറക്ഷനിൽ പോയാൽ മാത്രമേ ബിയിലെത്തും, ശരിയല്ലേ? നേരെ മറിച്ച് ഇവിടുന്ന് 50 മീറ്റർ ഇങ്ങനെയാണ് പോയെങ്കിലോ വേറെ ഏതെങ്കിലും സ്ഥലം സിയിലാണ് എത്തുക, ശരിയല്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിനൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ആണോ സ്കെയിലർ ആണോ, അതിപ്പോൾ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, ശരിയല്ലേ? ഏതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ശരിയല്ലേ? ഇനി സ്കേലാർ ക്വാണ്ടിറ്റി ഏതായിരുന്നു, ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഏതായിരുന്നു ഡിസ്റ്റൻസ് അഥവാ ദൂരം എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കേലറിനും വെക്റ്ററിനും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇഫ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ ഫ്രം ബി, കറന്റ് പൊസിഷൻ ഓഫ് ദ ചൈൽഡ് ഈസ്. അതായത് ബി എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇതാണ് ബി,
വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ പോയി എന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? വെസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് 40 മീറ്റർ പോകുകയാണെങ്കിൽ എവിടെ എത്തും പറഞ്ഞവനെ? നമ്മൾ നേരത്തെ പടത്തിൽ കണ്ടാണ്, ഞാൻ ജസ്റ്റ് ആ പടം കാണിക്കാം. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് അവിടെ നിന്ന് വെസ്റ്റ് വേർഡ് 40 മീറ്റർ പോകുകയാണെങ്കിൽ ഇപ്പോൾ എവിടെ ആയിരിക്കും പറഞ്ഞവനെ? ഇപ്പോൾ എയിലായിരിക്കും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് എയിലായിരിക്കും. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എഴുതാം, ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എയിലായിരിക്കും, ശരിയല്ലേ? ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ബി ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ടുവേർഡ്സ് ഈസ്റ്റ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ് ആൻഡ് ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ ടുവേർഡ്സ് വെസ്റ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ എ ഉണ്ട്, പിന്നെ ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ, അതായത് ഈസ്റ്റിലേക്ക് വന്ന് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വെസ്റ്റിലേക്ക് വന്ന് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി നേരെ തിരിച്ചെടുക്കുക കേട്ടോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡയറക്ഷനിലുള്ള എല്ലാം ഒരേ സൈഡിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പുറത്തെ സൈഡാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറയും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതാണ് ഇവിടെ പറയുന്നത്. വൺസ് ദ ഡയറക്ഷൻ ഈസ് ഡിറ്റർമിൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ ഷുഡ് നോട്ട് ബി ചേഞ്ച് ദെയർ ആഫ്റ്റർ. അതായത് നിങ്ങൾ ഒരു എക്സാമ്പിളെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു സൈഡ് പോസിറ്റീവായിട്ട് എടുക്കുക, മറു സൈഡ് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പോകുന്നതെല്ലാം എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ മാറി എടുക്കരുതെന്ന് സാരം. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ബി ഈസ് എ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് എ ഈസ് എ ഫൈനൽ പൊസിഷൻ, ഹെൻസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നെഗറ്റീവ്. അതെങ്ങനെയാണ് നെഗറ്റീവ് വന്നത്? ഇവിടെ ബി ഉണ്ട്, ശരിയല്ലേ? പിന്നെ എയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിയിലേക്ക് പോകുന്ന ഈ ഒരു ഡയറക്ഷനാണ് പോസിറ്റീവ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്, ശരിയല്ലേ? എയിലേക്ക് പോകുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. കാരണം എന്താ? നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്, അപ്പോഴാണ് നമ്മൾ എയിലെത്തുന്നത്. അപ്പോൾ ഈ എയിലേക്ക് പോകുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ്. റീസൺ മനസ്സിലായോ? നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തത് ഈസ്റ്റിലേക്ക് പോകുന്ന അതിനെയാണ്, അതുകൊണ്ട് നമ്മൾ വെസ്റ്റിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? നെഗറ്റീവ് ആയിട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് എഴുതുമ്പോഴേ നമുക്ക് ഇങ്ങനെ എഴുതും. ഓക്കെ, ഈ ഒരു നെഗറ്റീവിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. സ്റ്റേജസ് ഓഫ് ദ പാത്ത് കവർഡ് ബൈ ചൈൽഡ്, ഡിസ്റ്റൻസ് കവർഡ്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മൾ അതാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി ഫ്രം ബി ടു സി, ബിന്ന് സിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പോകുന്നത് ബിന്ന് സിയിലേക്കാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞത്? 40 മീറ്റർ ആണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 40 മീറ്റർ എന്നുള്ളത് ഡിസ്റ്റൻസ് ആയിട്ട് വരും. ഡിസ്പ്ലേസ്മെന്റ് അവിടെ എത്രയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എത്രയായിരിക്കും? 40 മീറ്റർ തന്നെയായിരിക്കും ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടും വരും. അത് ക്ലിയർ ആണോ? പിന്നെ ആ 40 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം എന്താ? നമ്മൾ ഈ ഈസ്റ്റിലേക്ക് പോകുന്നതിനെ എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, പിന്നെ ഈ വെസ്റ്റിലേക്ക് പോകുന്നതിനെല്ലാം നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. സ്റ്റാർട്ട് ഫ്രം ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഇതുപോലൊരു പടം വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ബോർഡിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകും. സ്റ്റാർട്ട് ഫ്രം ബി എന്ന് പറയുമ്പോൾ നമ്മൾ ബി മാർക്ക് ചെയ്യാം. പിന്നെ റീച്ചസ് ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ബിന്ന് ഡിയിലേക്ക് പോവാണ്, ഈ ഒരു ഡയറക്ഷനിൽ പോവാണ്. പിന്നെ റീച്ചസ് ഡി ആൻഡ് റിട്ടേൺ ടു സി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിന്ന് എന്ത് ചെയ്യുന്നു? ഡിന്ന് നമ്മൾ തിരിച്ച് സിയിലേക്ക് വരികയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് പോകാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയാലും തിരിച്ചു പോയാലും ജസ്റ്റ് നമ്പർ ആഡ് ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ടൂ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നത് എപ്പോഴാണ്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ ബിന്ന് ഡിയിലേക്ക് പോകാൻ, അതായത് ഈ ഒരു ബ്ലൂ കളർ ബിന്ന് ഡിയിലേക്ക് പോകാൻ എത്ര മീറ്റർ എടുക്കും? ബിന്ന് സിയിലേക്ക് എത്താനുള്ള 40ഉം പിന്നെ സിന്ന് ഡിയിലേക്ക് എത്താനുള്ള 40ഉം. അപ്പോൾ ടോട്ടൽ എത്രയും? 40 + 40 80 മീറ്റർ എടുക്കും, ശരിയല്ലേ? ഇനി തിരിച്ച് ഡിന്ന് സിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിരിച്ച് ഡിന്ന് സിയിലേക്ക് പോകാൻ പിന്നെ ഒരു 40 വരും, ശരിയല്ലേ? ആ ഒരു 40 മീറ്ററും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ എത്രയായി? 40 + 40 + 40. അപ്പോൾ അങ്ങനെ എത്രയായി? ടോട്ടൽ എത്രയായി? ടോട്ടൽ എന്ന് പറയുന്നത് 120 മീറ്റർ വരും, ശരിയല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. അത് ജസ്റ്റ് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഈസ്റ്റിലേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിന്ന് ഡിയിലേക്ക് പോകുന്ന അതില്ലേ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 40 + 40, 240 നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ എന്ന് പറയുന്നത് 80 വരും, ശരിയല്ലേ? 80 മീറ്റർ വരും. അത് പോസിറ്റീവ് 80 ആണ്. ഇനി നമ്മൾ ഡിന്ന് നേരെ തിരിച്ചെന്ത് ചെയ്യുന്നു? തിരിച്ചാണ് സിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തിരിച്ചു പോകുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 40നെ -40 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ -40 മീറ്റർ എന്ന് എഴുതുമ്പോൾ ടോട്ടൽ എത്ര വരും? പറഞ്ഞേ 80 ഉണ്ട് -40 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 80 - 40 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 40 അല്ലേ, ശരിയല്ലേ? അപ്പോൾ അത് 40 മീറ്റർ വരും.
സംഭവം മനസ്സിലായോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു വന്ന ആ ഒരു 40 ഇല്ലേ, അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യണം. കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പോൾ അത് നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു 40 മൈനസ് ആവും. അപ്പോൾ ഈ 80 മൈനസ് 40 ആണ് ആൻസർ ആയിട്ട് വരാം. അതൊക്കെയാണ്. നമുക്ക് മൂന്നാമത്തെ നോക്കാം. സ്റ്റാർട്ട് ഫ്രം ബി. അപ്പോൾ ബി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് അത് മാർക്ക് ചെയ്യുക. ഓക്കെ, റീച്ചസ് ഡിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബിന്ന് ഡിയിലേക്കാണ് പോകുന്നത്, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് പോകുന്നത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എത്രയായിരിക്കും, 40 + 40, ഇതും 40 ആണ്, ഇതും 40 ആണ്, ശരിയല്ലേ? അപ്പോൾ 40 + 40 80 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയാൽ സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതും 80 മീറ്റർ ആണ് വരിക. ഓക്കെ, അപ്പോൾ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും 80 മീറ്റർ ആണ് വരിക. അത് ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഫ്രം ബി ടു എ. ബിന്ന് എയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബി, ഇത് എ. അപ്പോൾ ആദ്യം നമ്മളത് മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണുള്ളത് അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വരച്ച റഫ് പടമില്ലേ, അപ്പോൾ അതിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബിന്ന് എയിലേക്ക് പോകുമ്പം ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് പറയുന്നത് 40 മീറ്റർ ആണ്. അത് നമുക്കറിയാം. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതാണ് നമുക്കറിയാതെ. ഓക്കെ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഡിസ്റ്റൻസിന് എന്തില്ല, സൈൻ ഇല്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, 40 മീറ്റർ ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ 40 മീറ്റർ എന്ന് മാത്രം എഴുതിയാൽ മതി, അവിടെ സൈൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമില്ല, ജസ്റ്റ് 40 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഈ ഒരു ബിന്ന് എയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, വെസ്റ്റ് വേർഡ് ആണ് പോകുന്നത്, ശരിയല്ലേ? വെസ്റ്റിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റിലേക്ക് പോകുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ വെസ്റ്റിലേക്ക് പോകുന്നത് എന്തായിട്ട് എടുക്കുന്ന പറഞ്ഞത്, നെഗറ്റീവായിട്ടല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 40 മീറ്ററില്ലേ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പം -40 എന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ വാല്യൂ എങ്ങനെ 40 വന്ന് മനസ്സിലാവും. ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, 40 മീറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ എന്താ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, അതുകൊണ്ട് എന്താണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -40 എന്ന് വരും. എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഈ പറയുന്നത് നെഗറ്റീവ് വന്നത്. ഇവിടെ കണ്ടോ, നെഗറ്റീവ് ആണോ? അപ്പോൾ ഈ നെഗറ്റീവ് എങ്ങനെ വന്നത് മനസ്സിലാവും. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത്. ഏതിന് ഓപ്പോസിറ്റ്, നമ്മൾ ഈസ്റ്റിലേക്ക് പോകുന്നത്, ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തത്, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നെഗറ്റീവായിട്ട് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് കേസ് നോക്കാം. സ്റ്റാർട്ട് ഫ്രം ബി. ഓക്കെ, ബി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് മാർക്ക് ചെയ്യുക. റീച്ചസ് എ. അപ്പോൾ നമ്മൾ ബിന്ന് എയിലേക്ക് പോവാണ്. ഓക്കെ, പിന്നെ റിട്ടേൺ ടു ബി. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിച്ച് ബിയിലേക്ക് തന്നെ പോവാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ബി ആണ്, എൻഡിങ് എന്ന് പറയുന്നത് ബി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ വേണ്ടത്, നമ്മൾ ടോട്ടൽ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെ നമ്പർ ഉണ്ടോ എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ബിന്ന് എയിലേക്ക് പോകുന്നത്, അതായത് ഈ താഴത്തത് എത്ര മീറ്ററാണ്, 40 മീറ്റർ ആണ്, ശരിയല്ലേ? അതുപോലെ എന്ന് ബിയിലേക്ക് പോകാനും വീണ്ടും എത്രയാണ്, 40 മീറ്റർ തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ നമ്പർ മാത്രമേ എടുക്കേണ്ടൂ, ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 40 + 40 എത്രയായി, ടോട്ടൽ എത്രയായി, 80 മീറ്റർ വരും, ശരിയല്ലേ? അപ്പോൾ ഈ 80 മീറ്റർ എന്ന് പറയുന്നതാണ് ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അത് ക്ലിയർ ആണോ? അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. നമ്മൾ ഈ കേസിൽ ബിന്ന് എയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, ഈ ഒരു വെസ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ വെസ്റ്റിലേക്ക് പോകുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ താഴത്ത് നമ്മൾ -40 മീറ്ററിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് എടുത്താൽ മനസ്സിലാവും. വെസ്റ്റിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ നെഗറ്റീവാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബിന്ന് എയിലേക്ക് പോകുന്നത് -40 മീറ്ററിന് എഴുതുന്നു. പിന്നെ അതുപോലെ എന്ന് ബിയിലേക്ക് വരികയാണ്. എന്ന് ബിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, ഈ ഒരു ഡയറക്ഷനാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. +40 മീറ്റർ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവാണ്, പക്ഷേ താഴത്തത് നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ എങ്ങനെയാണ്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത്, പക്ഷേ വിത്ത് ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് -40 + 40. അപ്പോൾ -40 + 40 എന്ന് വെച്ചാൽ എത്രയാണ്, 0 അല്ലേ? അതാണ് ഇവിടെ കൊടുത്ത 0. അപ്പോൾ ഈ 0 എങ്ങനെ വന്നതെന്ന് മനസ്സിലാവും. ബേസിക്കലി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, രണ്ടും ഡയറക്ഷൻ്റെ ചിഹ്നം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 0 കിട്ടും. എങ്ങനെ കിട്ടിയാൽ, -40 + 40 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം 0 വരും. അങ്ങനെയാണ് ഈ 0 കിട്ടുക. എല്ലാവർക്കും ക്ലിയർ ആണോ? പിന്നെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യം പറയുമ്പോഴേ ഒരു കാര്യം കൂടി പറയണം. അതായത് നമ്മൾ ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ അപ്പോൾ എപ്പോഴും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. വേറൊരു എക്സാമ്പിളോട് ഞാൻ പറയാം. നമ്മളിപ്പോൾ സർക്കുലർ ട്രാക്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അവിടെ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 100 മീറ്ററിൻ്റെ ട്രാക്ക് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 100 മീറ്ററിൻ്റെ ട്രാക്ക് ആണെങ്കിൽ ഡിസ്റ്റൻസ് കവർ എത്രയായിരിക്കും, എന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു, ഇങ്ങനെയാണ് പോയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു 100 മീറ്റർ ആയിരിക്കും. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതോ എ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഇനീഷ്യൽ പൊസിഷൻ എ ആണ്.
എൻഡ് ചെയ്തതും എയിൽ തന്നെയാണ്. അപ്പോൾ ഫൈനൽ പൊസിഷനും എ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള നേർരേഖയിലുള്ള കുറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനീഷ്യലും ഫൈനലും ഒന്നാണ്, അതായത് 2 പോയിന്റ് ഇല്ല, ഒറ്റ പോയിന്റേ ഉള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാൻ ഏതാണ് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ചൈൽഡ് മൂവ് ഫ്രം എ ടു ഡി ആൻഡ് റിട്ടേൺ ടു എ, അതായത് എന്ന് ഡിയിലേക്ക് പോവാണ്, പിന്നെ തിരിച്ച് എയിലേക്ക് തന്നെ വരികയാണ്. ഓക്കെ, വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് കവർ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ജസ്റ്റ് അത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, എന്നിട്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ അത് മാറി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ആണ് എന്താണ്, നമ്മൾ ജസ്റ്റ് എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുക. എങ്ങോട്ട് പോയി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ന് ഡിയിലേക്ക് പോകുമ്പോൾ എന്ന് ബിയിലേക്ക് 40 ആണ്, ഇവിടെയും 40 ആണ്, ഇവിടെയും 40 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ 120 ആയി, ശരിയല്ലേ? അപ്പോൾ 120 മീറ്റർ ആണ് അങ്ങോട്ട്. അതുപോലെ എന്ത് ചെയ്യും, തിരിച്ചു വരുമ്പോഴും സെയിം 120 തന്നെ വരും. എങ്ങനെയാണ്? ഇവിടെയും 40 മീറ്റർ ആണ്, ഇവിടെയും 40 മീറ്റർ ആണ്, ഇവിടെയും 40 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും 120 മീറ്റർ വരും, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയായി? 120 മീറ്റർ എന്ന് ഡിയിലേക്ക് പോകാനും പിന്നെ 120 മീറ്റർ ഡിന്ന് എയിലേക്ക് പോകാനും. അപ്പോൾ ടോട്ടൽ 120 + 120 240 വരും, ശരിയല്ലേ? അപ്പോൾ 240 മീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് ആയിട്ട് വരും. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും നോക്കി, വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്? അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ജസ്റ്റ് ഇത് വട്ടത്തിലാക്കുക. ഓക്കെ, എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? എ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്, എയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അതായത് ഡിയിൽ പോയിട്ട് തിരിച്ച് എയിൽ തന്നെ വരുന്നത്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതും എന്താണ്, എ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിരിക്കും? പറഞ്ഞ എത്രയായിരിക്കും? 0 ആയിരിക്കും, ശരി. അപ്പോൾ സംഭവം മനസ്സിലാവും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഏത് വഴിയാണ് പോയത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പം നമ്മൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ എവിടെയൊക്കെ പോയി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആകെ ആവശ്യമുള്ളത്, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളെ ഓൾറെഡി പറഞ്ഞ കാര്യം ഒന്നുകൂടി തന്നിട്ടുണ്ട്. അതായത് ഈ നമ്മൾ ചെയ്ത എക്സസൈസ് നമുക്ക് മനസ്സിലായി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ക്യാൻ ബി 0 ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഡിസ്റ്റൻസ് കവേർഡ്. അപ്പോൾ ഒന്നിക്കലും എന്ത് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എപ്പോഴായിരിക്കും? ഒരാൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് അവിടെ തന്നെ എത്തുന്നു, എയിൽ തന്നെ എത്തുന്നു. ആ ഒരു കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ, അവിടെ ഇനീഷ്യൽ പൊസിഷനും എ ആണ്, ഫൈനൽ പൊസിഷൻ അതായത് തിരിച്ചു വരുന്നതും എയിലേക്ക് തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ ഈ 2 പൊസിഷനും സെയിം ആയതുകൊണ്ട് അവിടെ നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരും. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഇനി നേരെ തിരിച്ച് എപ്പോഴാണ് ഇത് ഈക്വൽ വരിക, ഡിസ്റ്റൻസിനോട് ഈക്വൽ ആവാം? ഡിസ്റ്റൻസിനോട് ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്ന് ബിയിലേക്ക് പോവാണ്, പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ എന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, എപ്പോൾ എന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, പക്ഷേ ഇവിടെ സി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്ന് ബിയിലേക്ക് തന്നെയാണ് പോയത്, പക്ഷെ സി വഴിയാണ് പോയതെങ്കിൽ ഇവിടെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിട്ട് വരുന്നത്. സ്ട്രെയിറ്റ് ലൈനാണ് എന്ന് ബിയിലേക്ക് പോകുന്നുണ്ടായി. പിന്നെ എപ്പോഴാണ് ഈ ലെസ് ദാൻ വരുന്നത്? ലെസ് ദാൻ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, അതായത് എന്ന് ബിയിലേക്ക് പോവാണ്, പക്ഷെ വളഞ്ഞ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വഴി. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ഡിസ്റ്റൻസ് ഇപ്പോൾ 100 മീറ്റർ ആണ് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 100 മീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എടുക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എടുക്കുക. അപ്പോൾ അത് 50 മീറ്റർ ഉള്ളെങ്കിൽ അപ്പോൾ 50 മീറ്റർ ആണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ്, ഡിസ്റ്റൻസ് 100 മീറ്ററും ഡിസ്പ്ലേസ്മെന്റ് 50 മീറ്ററും ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനെക്കാട്ടിയും കുറവാണ്, അതായത് സ്ഥാനാന്തരം ദൂരത്തിനെക്കാട്ടിയും കുറവാണ്, ശരിയല്ലേ? അപ്പോൾ ഇതാണ് 3 കേസ്. ഈ ഒരു 3 കേസ് ഏതൊക്കെ സിറ്റുവേഷനാണ് 0 വരിക, ഏതൊക്കെ സിറ്റുവേഷനാണ് ഈക്വൽ വരിക, ഏതൊക്കെ സിറ്റുവേഷനാണ് കുറവ് വരിക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല, ജസ്റ്റ് ഇത് വീഡിയോ പോസ് ചെയ്യുക, ഇത്ര വരെ ഒന്നുകൂടി കാണാം. ഓക്കെ, എന്നിട്ടും മനസ്സിലായില്ല കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ സിറ്റുവേഷൻസ് എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് ജസ്റ്റ് നിങ്ങൾ എഴുതുക. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞല്ലേ സെയിം തന്നെ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ബേസിക്കലി പറഞ്ഞത് എന്താണ് ദൂരം, അതായത് ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം എന്താണ്, പിന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഓക്കെ,
പിന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ശരിയല്ല? പിന്നെ നമ്മളൊരു കണക്ക് കിട്ടുവാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എഴുതുക, പിന്നെ ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഡയറക്ഷനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുക, എന്നിട്ടാണ് നമ്മൾ ആ കണക്ക് സോൾവ് ചെയ്യുന്നത്. കണക്ക് സോൾവ് ചെയ്യാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് ആ ഡയറക്ഷൻ എടുക്കുമ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ സൈൻ അടക്കം എടുക്കണം, പോസിറ്റീവ് നെഗറ്റീവ് അത് വെച്ചിട്ട് എടുക്കണം. ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്പർ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ആ സൈൻ മാറിപ്പോയാൽ നമ്മൾ ആൻസർ തെറ്റും. അപ്പോൾ ജസ്റ്റ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ അതിലൂടെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ചേട്ടൻ ലൈവ് ക്ലാസ് എടുക്കാറുണ്ട്, അപ്പോൾ അത് മിക്കവാറും വൈകിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണില്ലേ അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ടൈം നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് പറയാം. ചേട്ടൻ വേറെ എടുത്തേക്കുന്നത് സയൻസിലെയും പിന്നെ ഈ സോഷ്യലിൻ്റെയും കുറച്ച് ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പ്രവേഗം അതായത് വെലോസിറ്റിനെ കുറിച്ച് പറയും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി.